ഖബറിൽ ചോദ്യമില്ലാത്ത രണ്ടാമത്തെ വിഭാഗം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ 30 ആയത്തുകളുള്ള സൂറത്താൻ അല്ലെ. സൂറത്തുൽ മുൽക്ക് സ്ഥിരമായി പാരായണം ചെയ്ത ഒരു മനുഷ്യൻ അവൻ മരണപ്പെട്ട് ചെല്ലുന്നു, ഖബറിലേക്ക് ചെല്ലുന്നു. ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ എന്തെങ്കിലും അബദ്ധങ്ങൾ, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പേരിൽ അല്ലാഹു തആല അവനെ ശിക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ശിക്ഷ ഖബറിലേക്ക് ഇറക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് അവിടെ വരും. സൂറത്തുൽ മുൽക്ക് അവിടെ വരും. എന്നിട്ട് പറയും, ഇതെന്താ സംഭവം? എന്താ ഞങ്ങൾ ശിക്ഷ ഇറങ്ങുകയാണ്. എന്തുട്ട് ശിക്ഷ? പൊയ്ക്കെ ഇവനെ നിങ്ങൾക്ക് ശിക്ഷിക്കാനൊന്നും പറ്റൂല, കാരണം ഇവൻ എന്നെ ഓതിയവനാണ്. ശിക്ഷകൾ നേരെ എവിടെ പോവും? കാലിന്റെ ഭാഗത്തുകൂടി ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ, മനുഷ്യനെ ഇടങ്ങേറാക്കാൻ ചെല്ലുമ്പോ സൂറത്തുൽ മുൽക്ക് അവിടെ എങ്ങോട്ട് പോകുന്നു? എവിടെ പോകും? ഞങ്ങൾ ശിക്ഷകളാണ്, ഇയാള് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാളെ ഞങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു, ഇയാളെ വേദനിപ്പിക്കാൻ പോകുന്നു, ഇങ്ങോട്ടൊന്നും വരണ്ട, ഇയാളെ എന്നെ സ്ഥിരമായിട്ട് ഓതിയ ആളാ, അതുകൊണ്ട് പോ എന്ന് പറയുന്നതാണ്. അതായത് ഈ സൂറത്തുൽ മാനിഅ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. സൂറത്തുൽ മുൽക്കിന് സൂറത്തുൽ മാനിഅ എന്ന് പറഞ്ഞാൽ തടയുന്നത്, ഖബറിന്റെ ശിക്ഷയെ തടയുന്നത്. മാത്രമല്ല, ഒരു മാസത്തിന്റെ തുടക്കം ഈ സൂറത്ത് ഓതണമെന്ന് പറഞ്ഞല്ലോ. അതായത് ആ മാസം ഉണ്ടായേക്കാവുന്ന ആപത്ത്, മുസീബത്തുകളൊക്കെ തടയുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്നു, ഈമാനോടുകൂടി മരണപ്പെടുന്ന ഒരു മുഅ്മിൻ, അവനിക്ക് ഖബറിൽ ചോദ്യമില്ല. 2, ഖബറിന്റെ ശിക്ഷ, അതിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ്? സൂറത്തുൽ മുൽക്ക് ഓതുന്ന വിഭാഗമാണ്.